പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ നിന്നെ വലിയൊരാളാക്കും. എന്താണ് നമുക്കെല്ലാവർക്കും എന്താണ് വേണ്ടത്? ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അതാണ് ഈശോ നമ്മോട് ഇന്ന് പ്രോമിസ് ചെയ്യുന്നത്, ഞാൻ നിന്നെ വലിയ ആളാക്കും. അപ്പോൾ അതിനെ കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ട്, വെറുതെ ഒന്നും ആക്കിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, ഇത് എങ്ങനെ ആവും, ഇത് നടക്കുമോ? അപ്പോൾ വലിയ ആളാവാൻ വേണ്ടി അബ്രാഹത്തോട് ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നീ ഒരു അനുഗ്രഹമായി തീരുകയും നിന്നിൽ നിന്നൊരു വലിയ ജനത ഉണ്ടാവുകയും ചെയ്യും എന്ന് 75-ാമത്തെ വയസ്സിലാണ് അബ്രാഹത്തോട് പറയുന്നത്. കുറച്ചും കൂടി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ 75-ാമത്തെ വയസ്സിലെ അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം കൊടുത്തിട്ട് പറയാണ്, വലിയ ആളാവാൻ നീ ആദ്യം ചെയ്യേണ്ടത്, നീ ഇപ്പം താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ചില ആൾക്കാർ വീടൊക്കെ നോക്കാൻ വന്നിട്ട് പറയില്ലേ, മാറി താമസിക്കാൻ. അപ്പോൾ നീ താമസിക്കുന്ന വീട് മാത്രം മാറിയാൽ പോരാ, ഈ നാട് തന്നെ വിട്ടുപോകണം. നാടും വീടും വിട്ടുപോരണം. എന്നിട്ട് നിന്റെ പിതൃഗേഹം, നാട്ടുകാർ മാത്രം വിട്ടാൽ പോരാ, വീട്ടുകാരെയും ഉപേക്ഷിക്കണം. എന്നിട്ട് എന്തു വേണം? ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് വരിക, എൻ്റെ പിറകെ വരിക, എൻ്റെ വാക്ക് അനുസരിക്കുക. അപ്പോൾ എൻ്റെ വാക്കനുസരിച്ച് എൻ്റെ പിറകെ വന്ന് ഞാൻ കാണിച്ചു തരുന്ന ദേശം അതേതാണ് അതപ്പം പറയാം. നീ ഇപ്പോൾ വാ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു ഉറപ്പും ഇല്ലാതെ, സ്ഥലത്തിൻ്റെ പേര് പോലും പറയാതെ ദൈവം അബ്രാഹത്തോട് ചില ഡിമാൻഡുകൾ വെക്കുകയാണ്. നീ നിന്നെ തന്നെ ഉപേക്ഷിക്കുക, എന്നിട്ട് എന്നെ വിശ്വസിക്കുക, എൻ്റെ പിറകെ വരിക, ഞാൻ പറയുന്നത് പോലെ ചെയ്യുക, അപ്പോൾ നീ വലിയ ആളാവും. നമ്മളോടാണെങ്കിൽ നമുക്കപ്പോൾ വലിയ ആളാവണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആളാവും. ഈശോ നമ്മോട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. നീ നിന്നെ തന്നെ ഉപേക്ഷിക്കുക, കുരിശു വഹിക്കുക, എൻ്റെ പിറകെ വരിക, അപ്പോൾ നീ വലിയ ആളാകും. ഞാൻ പറയുന്നത് അനുസരിക്കുക. ഇന്ന് വചനത്തിലൂടെ ഈശോ പറയുന്നത്, നിങ്ങൾ ആരെയും വിധിക്കരുത് എന്നാണ്. നിങ്ങൾ ആരെയും വിധിക്കരുത്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ പറയും, ആരെയും നന്മയായിട്ടും വിധിക്കണ്ട, തിന്മയായിട്ടും വിധിക്കണ്ട. കാരണം മാലാഖ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പിശാചാണെന്ന്. പിശാച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും മാലാഖയാണെന്ന്. നമ്മളുടെ പെർസെപ്ഷന്, നമ്മളുടെ കാഴ്ചയ്ക്ക് പരിമിതിയുള്ളത് കൊണ്ട്, അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആരെയും വിധിക്കേണ്ട, വിധി മുഴുവനും കർത്താവിന് വിട്ടുകൊടുക്കുക. ഒരാൾ നല്ലതാണോ, ഒരാൾ മോശമാണോ, നമുക്ക് ആരെ കാണുമ്പോഴും ഉള്ളിൽ എന്തെങ്കിലും തോന്നും. ഇയാൾ കൊള്ളാമെന്ന് തോന്നും, അല്ലെങ്കിൽ ഇയാൾ പോക്കാണെന്ന് തോന്നും. നമുക്ക് ഇത് രണ്ടും വേണ്ട എന്നാണ് ഈശോ നമ്മോട് പറയുന്നത്. നിങ്ങൾ വിധിക്കുന്ന വിധി കൊണ്ട് തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നമ്മൾ ഒരാളെക്കുറിച്ച് ഒരു സ്ഥലത്തിരുന്ന് മോശമായിട്ട് പറയുകയാണെങ്കിൽ വേറെ ഒരു 10 സ്ഥലത്ത് 10 പേരെ പിശാച് അറേഞ്ച് ചെയ്യും നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയാൻ. നമ്മൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നമ്മളും അളക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ വിജ്ഞാനമാണ്. അതായത് ആരെയും വിധിക്കാതെ, ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ, ഫ്രാൻസിസ് പാപ്പയെക്കുറിച്ച് ചില ആളുകളെക്കുറിച്ച് അവരെങ്ങനെയാണ് ഇവരെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു, അവരെയൊക്കെ വിധിക്കാൻ, പോപ്പാണ് പറയുന്നതെന്ന് ഓർക്കണം, അവരെയൊക്കെ വിധിക്കാൻ ഞാൻ ആരാ? അപ്പോൾ ഈ ഒരു ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതെ, കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ എളിമയോടുകൂടെ വ്യാപരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. ഞാൻ കുറവുകളുള്ളവനാണ് എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത് ദൈവത്തിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങളുടെ കണ്ണിൽ കടിക്കഷണം ഇരിക്കുന്നു, അതെടുത്ത് മാറ്റുക,
അപ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്ത് മാറ്റാൻ നിങ്ങൾക്ക് ശക്തി കിട്ടും. അപ്പോൾ ഈ വലിയൊരു ജ്ഞാനം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അഭിമാനിക്കാൻ അർഹതയുള്ള വേലക്കാരെ പോലെ പ്രത്യക്ഷപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ നമ്മെ തന്നെ പരിത്യജിക്കാതെ പോയ സമയങ്ങളെ ഓർത്തും മറ്റുള്ളവരെ വിധിച്ച് സംസാരിച്ചിട്ടുള്ള സമയങ്ങളെ ഓർത്തും അനുതപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ 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 ഈശോയേ